ATMകളിൽ വൻ കവർച്ച. 3 ATMകളിലാണ് ഇന്ന് പുലർച്ചെയോടെ കൊള്ളയടിക്കപ്പെട്ടത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളാണ് കൊള്ളയടിച്ചത്. പുലർച്ചെ 3-നും 4-നും മധ്യയാണ് കൊള്ള നടന്നത്. കാറിൽ വന്ന 4-അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർക്കുകയായിരുന്നു. 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഇതര സംസ്ഥാനക്കാരായ വിദഗ്ധ മോഷ്ടാക്കളിലേക്കാണ് സംശയം നീളുന്നത്. മോഷണ സംഘത്തിന്റെ കാറിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ജെയ്സൺ ചാമവളപ്പിനുണ്ട് വിശദാംശങ്ങളുമായി. ജെയ്സൺ, ഈ തൃശൂർ നഗരമധ്യത്തിൽ നടന്ന ഈ കവർച്ച, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മോഷ്ടാക്കളെ കുറിച്ച് പോലീസിന് ഒരു സൂചന ലഭിച്ചു എന്ന് വേണോ മനസ്സിലാക്കാൻ, ജെയ്സൺ? ശ്രുതി, ഏറ്റവും ഞെട്ടിക്കുന്നത് 20 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഏകദേശം 1.5-2 മണിക്കൂറിനിടയിൽ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് 3 ATMകളിലായി അതിവിദഗ്ധമായി മോഷണം നടത്തുന്ന സംഘം ഈ തൃശ്ശൂരിനെ ഞെട്ടിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇത്തരത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു മോഷണം, ഒരു കവർച്ച അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നാം നിൽക്കുന്നത് കോലഴിയിലെ SBI ബ്രാഞ്ചിന് മുൻപിലാണ്. ഇപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ ATMിൻ്റെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകൾ നടന്നു വരുന്നു. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മാപ്രാണം SBI ബ്രാഞ്ചിൽ നിന്നും 30 ലക്ഷം, അതുപോലെ തന്നെ കോലഴിയിൽ നിന്നും 25 ലക്ഷം, ഷൊർണൂർ റോഡിൽ നിന്നും 9.5 ലക്ഷം, ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ ഒരു വിവരം. അതോടൊപ്പം തന്നെ ഈ മോഷ്ടാക്കൾ കയറുമ്പോൾ തന്നെ CCTV ദൃശ്യങ്ങളിൽ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്ത് നമുക്ക് എത്തിയ ഇന്നോവ ക്രിസ്റ്റ കാറിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിവിദഗ്ധമായി 2 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ സഞ്ചരിച്ച് 3 ATMകളിൽ കവർച്ച നടത്തി 65 ലക്ഷം രൂപയുമായി കടന്നു കളയാൻ കഴിയുന്ന അത്രയും വിദഗ്ധമായ മോഷ്ടാക്കളാണ് ഇതിന് പുറകിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന വിദഗ്ധരായ അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ദേശീയപാതകളിലെല്ലാം തന്നെ ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് പാലക്കാട് ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് പ്രധാനമായും പോലീസ് കണക്കുകൂട്ടുന്നത്. ആദ്യം മോഷണം നടക്കുന്നത് ഏകദേശം 2:30 മാപ്രാണം ATMിലാണ്. അതിനുശേഷം ഏകദേശം ഒരു 13-14 കിലോമീറ്റർ യാത്ര ചെയ്ത് നേരെ ഷൊർണൂർ റോഡിലേക്ക് എത്തുന്നു. ഷൊർണൂർ റോഡ് എന്ന് പറയുന്നത് നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൊർണൂർ റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. ഏത് രാത്രിയും പാതിരാത്രിയും പുലർച്ചെയും ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. അത്തരത്തിൽ വാഹന സാന്ദ്രതയുള്ള ആളുകൾ കടന്നു പോകുന്ന ആ വഴിയിൽ ഈ ATM കവർച്ച ചെയ്യപ്പെട്ട ATM കൗണ്ടറിന് പുറത്ത് നേരെ മുൻപിൽ സരോജ നഴ്സിംഗ് ഹോം, അവിടെ ഒരു ക്ലിനിക്കാണ്, അവിടെ ആശുപത്രിയാണ്. ആശുപത്രിയിൽ രോഗികൾ നിരന്തരമായി ഉണ്ടായി. അവിടെ ജീവനക്കാർ സജീവമായിരിക്കുന്ന സ്ഥലത്ത് പോലും അതിവിദഗ്ധമായ ഒരു മോഷണം നടത്തി കടന്ന് നേരെ ഷൊർണൂർ റോഡിലേക്ക് കടന്ന്, ഈ ഷൊർണൂർ റോഡിലാണ് ഈ കോലഴി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ സംസ്ഥാന പാതയാണ്, നിരന്തരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഷൊർണൂർ വഴി എന്ന ഷൊർണൂർ റോഡ്. ഈ ഷൊർണൂർ റോഡിലാണ് ശരിക്കും 2 കവർച്ച നടത്തിയെന്ന് പറയാം. ഷൊർണൂർ റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന വഴിയിൽ 2 ATMകൾ, ഒന്ന് ഷൊർണൂർ റോഡ് എന്ന് പറയുന്ന തൃശ്ശൂർ നഗരത്തോട് ചേർന്ന സ്ഥലവും മറ്റൊന്ന് കോലഴി എന്ന് പറയുന്ന ഷൊർണൂരിലേക്ക് പോകുന്ന സ്ഥലം. മുളമത്താവ് വടക്കാഞ്ചേരി റൂട്ടാണ് ഈ കോലഴി എന്ന് പറയുന്നത്. നിരന്തരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടൊരു വാഹനം നിർത്തിയിട്ട് ATMിലേക്ക് ആളുകൾ കയറിയാൽ അത്രയൊന്നും ശ്രദ്ധ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് ഈ സംസ്ഥാന പാതയുടെ പ്രത്യേകതയാണ്. എന്നാൽ അതേസമയം തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ, നഗരത്തോട് ചേർന്ന ഷൊർണൂർ റോഡിൽ വളരെ അതിവിദഗ്ധമായി കവർച്ച നടന്നു. അവിടെ നിന്ന് 9.5 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. പ്രാഥമികമായ നിഗമനം. ഈ മോഷണം കണ്ടെത്തി, ഈ കവർച്ച ആൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കാരണം, ഈ സാധാരണ ATMകളിൽ ഒരു കവർച്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുമ്പോൾ അപ്പോൾ തന്നെ ഈ SBIയിലെ ജീവനക്കാർക്ക്, ബാങ്ക് ജീവനക്കാർക്ക് അപ്പോൾ തന്നെ മെസ്സേജ് വരും. അങ്ങനെ അലർട്ട് മെസ്സേജ് വന്ന് ആ അലർട്ട് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബാങ്ക് ജീവനക്കാർ പോലീസിന് വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ കവർച്ച നടന്ന കാര്യം അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇത് സംസ്ഥാന പാതയാണ്, നിരന്തരമായ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന വഴി, തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വഴിയിലാണ് 2 കവർച്ച നടത്തിയിരിക്കുന്നതാണ് ഒന്ന്. മറ്റൊന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുന്നതാണ്. ഈ മാപ്രാണം എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്ന വഴിയാണ്. ആ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്ന മാപ്രാണത്താണ് ആദ്യ കവർച്ച നടക്കുന്നത്. ഏകദേശം 2:30 കവർച്ച നടത്തി അവിടെ നിന്ന് 30 ലക്ഷം രൂപ കവർന്നു. അതിനുശേഷം നേരെ വരുന്നത് തൃശ്ശൂരിലേക്ക്. അതിനർത്ഥം ഇവർ ഈ പോയിരിക്കാൻ സാധ്യത പാലക്കാട്, തമിഴ്നാട് വഴിയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയാണ്
പോലീസ് ഇപ്പോൾ കാണുന്നത്. ആ റൂട്ട് അവർ സഞ്ചരിച്ചിരുന്ന റൂട്ട് അത്തരത്തിലാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സംശയവും നാം ഷൊർണൂർ റോഡിൽ നിൽക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള, അതായത് സ്വരാജ് റൗണ്ടിലുള്ള ഒരു ATM-ൽ അത്തരം ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നോ എന്നൊരു സംശയവും ഇന്ന് അവിടെ വെച്ച് ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇത് ആദ്യ അറ്റംപ്റ്റിലല്ല ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാനാകും. കാരണം ഈ അതിവിദഗ്ധമായ ഒരു കവർച്ച നടത്തണമെങ്കിൽ പലതവണ ഇവിടെ എത്തുകയും അത് സംബന്ധിച്ച പരിശീലനവും അതുപോലെ തന്നെ ശ്രമങ്ങളും നടത്തി വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ മാത്രമേ ഇത്തരമൊരു കവർച്ചയിലേക്ക് ഈ സംഘം പോകൂ. അന്യസംസ്ഥാന കവർച്ചാ സംഘത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു ദിവസം വന്ന് പോവുകയില്ല, അവർ നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് 20 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അതോടൊപ്പം ആ 20 കിലോമീറ്ററിനുള്ളിൽ അതിവിദഗ്ധമായി 3 ATM-കൾ കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിച്ച് ഒരു തെളിവും ബാക്കി വയ്ക്കാതെ അവർ ഈ വഴിയിലൂടെ, അതായത് കോലടിയിൽ നിന്നും നേരെ പോകുന്ന ഷൊർണൂർ, അതുപോലെ തന്നെ ഒറ്റപ്പാലം, പാലക്കാട് വഴി പോയാൽ തമിഴ്നാട്ടിലേക്ക് കയറാം. ആ ഒരു സാധ്യതയാണ് പോലീസ് ഇപ്പോൾ കാണുന്നത്. ഇന്നോവ ക്രിസ്റ്റ കാറ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം ഈ കാണുന്നത് ATM കോലടിയിൽ തകർത്ത ATM-ൻ്റെ ഇപ്പോൾ ഷട്ടർ അടച്ചിട്ടിരിക്കുന്നു. ഇവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. ഇനി ഫിംഗർ പ്രിൻ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് രാസപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങൾ അവർ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് അത് കാണാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റി എന്നതാണ്. അതിൽ പോലീസിനെ സംബന്ധിച്ച് വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ള തൃശ്ശൂരിൽ അതിവലിയ ഒരു കവർച്ച നടന്നിട്ട് എന്നതാണ് തൃശ്ശൂരിനെ ഞെട്ടിച്ചത്. ദേശീയപാതയിൽ പട്ടാപകൽ അതിവിദഗ്ധമായ ഒരു കവർച്ച നടത്തുന്നു. ഏകദേശം 2 കോടിയിലധികം രൂപ വരുന്ന, 2.5 കിലോയിലധികം വരുന്ന സ്വർണം പട്ടാപകൽ 3 വാഹനങ്ങളിലെത്തി ഒരു നടുവിൽ ദേശീയപാതയിൽ ഒരു വാഹനത്തിന് കുറുകെയിട്ട് കവർച്ച നടത്തിയ സംഘത്തെ ഇതുവരെയും പോലീസിന് അത് സംബന്ധിച്ച ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. 3 ഇന്നോവ കാറുകളിലെത്തിയ സംഘമാണ് അന്ന് കവർച്ച നടന്നത്. അത് നടന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ മണിക്കൂറുകൾ മാത്രമാകുന്നതിനിടയിലാണ് 3 കവർച്ച, 3 ATM-കളിൽ അതിവിദഗ്ധമായ കവർച്ച നടത്തുന്നു. ഈ ATM-കളിലൊന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ATM-കളിലൊന്നും സാധാരണഗതിയിൽ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ച് അതീവ ദുഷ്കരമായ യജ്ഞം തന്നെയാണ്. ഈ 2 കേസുകളിലെയും പ്രതികളെ കണ്ടെത്തുക എന്നത് 2 കോടിയിലധികം രൂപ വരുന്ന സ്വർണ്ണ കവർച്ച നടന്ന മണിക്കൂറുകൾക്കകം തൃശ്ശൂർ നഗരത്തിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി 3 ATM-കളിൽ 65 ലക്ഷം രൂപ കവർച്ച നടത്തുന്നു. ഈ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ദേശീയപാതകളിൽ, സംസ്ഥാന പാതകളിലും ഇന്നോവ ക്രിസ്റ്റ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. തൃശ്ശൂരിൽ ATM-കളിൽ വൻ കവർച്ച, അത് 3 ATM-കളിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. പുലർച്ചെയാണ് കൊള്ളയടിക്കപ്പെട്ടത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATM-കളാണ് കൊള്ളയടിക്കപ്പെട്ടത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകി.